എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു. CAPFിലേക്കുള്ള AC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, UPSC. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് 12/3 മാർച്ച് മാസം 12-ാം തീയതിയാണ്. 12-ാം തീയതിക്ക് മുന്നേ UPSCയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ കൊടുക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഡീറ്റെയിൽസും നോക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക. വീണ്ടും പറയുകയാണ്, മാർച്ച് 12-ആണ്. ഓക്കെ, എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ആ ഒരു കാര്യം ആദ്യം തന്നെ എടുത്ത് പറയുന്നുണ്ട്. എക്സാമിനേഷനാണ് ആദ്യം കണ്ടക്ട് ചെയ്യുന്നത്. എക്സാമിനേഷൻ വെന്യൂവിൽ 30 മിനിറ്റിന് മുന്നേ നിങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കണം എന്നൊക്കെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റുകൾ നമുക്കറിയാം. BSF, CRPF, ITBP, SSB, CISF ഇത്രയും പാരാമിലിറ്ററി ഫോഴ്സുകൾ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലേക്കാണ് വാക്കൻസികൾ. BSFിലേക്ക് 108 വാക്കൻസി, CRPFിലേക്ക് 106, ITBPയിലേക്ക് 12, SSBയിലേക്ക് 53, CISFിലേക്ക് 70 വാക്കൻസിയാണ്. ടോട്ടൽ വാക്കൻസി 349 വാക്കൻസിയാണ്. ഓക്കെ, 349. ദ നമ്പർ ഓഫ് വാക്കൻസീസ് മെൻഷൻഡ് അബവ് ഈസ് ലയബിൾ ടു ആൾട്രേഷൻ. ഈ ഒരു വാക്കൻസി കൂടാനും സാധ്യതയുണ്ട് കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിൽ പരീക്ഷാ സെൻറ്ററുകൾ വരുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കേരളത്തിൽ കൊച്ചിയിൽ സെൻറ്റർ വരുന്നുണ്ട്, അതുപോലെ തിരുവനന്തപുരം. ഈ 2 ജില്ലയിലാണ് കേരളത്തിലെ പരീക്ഷാ സെൻറ്ററായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ പുറത്തൊന്നും പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതണ്ട. നമ്മുടെ കേരളത്തിൽ തന്നെ സെൻറ്റർ വരുന്നത് കൊണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് സെൻറ്റർ. അപ്പോൾ അവിടെ പോയി നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അപേക്ഷ അയക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 20 മുതൽ 25 വയസ്സിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. 1 ഓഗസ്റ്റ് 2026 അടിസ്ഥാനത്തിൽ വയസ്സ് കണക്കാക്കണം. അതായത് 2 ഓഗസ്റ്റ് 2001 മുതൽ 1 ഓഗസ്റ്റ് 2006 ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്തിനും അതിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്. ഇനി അതുകൂടാതെ OBC ആണെങ്കിൽ 3 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. SC STക്കാരാണെങ്കിൽ 5 വർഷം വരെ ഇളവ് കിട്ടുന്നുണ്ട് വയസ്സിന്. ഇനി മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി ഹോൾഡർക്ക് ഇത് അപേക്ഷ കൊടുക്കാം. അതുപോലെ തന്നെ അപ്പിയറിംഗ് സ്റ്റുഡൻസിനും ആപ്ലിക്കേഷൻ കൊടുക്കാം. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷ അയക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ NCC B സർട്ടിഫിക്കറ്റ്, C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻ്റർവ്യൂ ടൈമിൽ ബോണസ് മാർക്കൊക്കെ കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് 200 രൂപയാണ് ഫീസ്. അതിൽ പെൺകുട്ടികൾക്ക് ഫീസില്ല. അതുപോലെ ബോയ്സിൽ SC STക്കാർക്കും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 200 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ എക്സാമിൻ്റെ സിലബസുകൾ ഇവിടെ കാണാം. എക്സാമിൻ്റെ ഡേറ്റ് വരെ വന്നിട്ടുണ്ട്. ജൂലൈ 19, 2026 പേപ്പർ 1 എക്സാം കണ്ടക്ട് ചെയ്യും. 10 മണി മുതൽ 12 മണി വരെയാണ് ടൈം. പേപ്പർ 2 2 മണി മുതൽ 5 മണി വരെ ടൈം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് പരീക്ഷ നടത്തുന്നത്. ഓക്കെ, ജൂലൈ 19. അപ്പോൾ 2 പേപ്പറാണ്. പേപ്പർ 1 10 മണി, പേപ്പർ 2 2 മണി. ആ ദിവസം തന്നെ 2 പേപ്പർ നടത്തുന്നുണ്ട്. പേപ്പർ 1 ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് ആണ്. 250 മാർക്കിനാണ്. OMR ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആവും. പിന്നെ പേപ്പർ 2 വരുന്നത് ജനറൽ സ്റ്റഡീസ്, essay ആൻഡ് കോംപ്രഹൻഷനാണ്. 200 മാർക്കിന്. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കാൻ പറ്റിയ ബുക്കിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് അവിടെ കിട്ടും. ആ ഒരു ബുക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, പഠിക്കുക. ഇപ്പോഴേ പഠിച്ച് തുടങ്ങുക. ജൂലൈയിൽ എക്സാം നടത്തുന്നുണ്ടാവും. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂലൈയിൽ നടത്തും. ജൂലൈ 19. എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമിന് ശേഷം പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് മെഷർമെൻറ്റ് ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും നടത്തുന്നുണ്ട്. 100 മീറ്റർ റേസ് 16 സെക്കൻഡ് കൊണ്ട് ആൺകുട്ടികളും 18 സെക്കൻഡ് കൊണ്ട് പെൺകുട്ടികളും ഓടിക്കയറണം. അതിനുശേഷം 800 മീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും. 3 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് ബോയ്സും 4 മിനിറ്റ് 45 സെക്കൻഡ് കൊണ്ട് ഗേൾസ് കവർ ചെയ്യണം. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. ഇനി ലോങ് ജമ്പാണ്. 3.5 മീറ്റർ 3 ചാൻസ് കിട്ടും ബോയ്സിന്, 3 മീറ്റർ 3 ചാൻസ് ഗേൾസിനും കിട്ടും. ഈ ഒരു 3 ഇവൻറ്റ് നിങ്ങൾ പാസ്സാവും. അതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് പുട്ടാണ്. 7.26 കിലോഗ്രാമിൻ്റെ ഷോർട്ട് പുട്ട്, 4.5 മീറ്റർ 3 ചാൻസ് കൊണ്ട് കവർ ചെയ്യണം ബോയ്സ്. ഗേൾസിന് ഷോർട്ട് പുട്ട് വരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റാണ്. എന്നിട്ടാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഇടുക. ഇനി മെഷർമെൻറ്റ് ടെസ്റ്റ് ഞാൻ പറഞ്ഞു. 165 സെൻറ്റിമീറ്ററാണ് ആൺകുട്ടികൾക്ക് ഹൈറ്റ് വേണ്ടത്. മിനിമം 165. ഓക്കെ, ഇനി ചെസ്റ്റ് വേണ്ടത് 81 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 86 സെൻറ്റിമീറ്റർ വേണം. വെയിറ്റ് 50 കിലോഗ്രാം വേണം. ഗേൾസിന് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. 46 കിലോഗ്രാം വെയിറ്റും വേണം. മെഡിക്കൽ ടെസ്റ്റിലൊക്കെ ഐസൈറ്റ് ഉണ്ടാവും, ഐ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ക്യാരിങ് ആംഗിള്, ഇയർ, നോസ്, നെക്ക്, ടീത്ത്,
വെനേറിയൽ ഡിസീസ്, ക്രോണിക് സ്കിൻ ഡിസീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഇതാണ് മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എലിജിബിളായ ഒരു അപേക്ഷ അയക്കാനും ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ, ജയ് ഹിന്ദ്.